രാവിലെ അടുക്കളയിലേക്ക് വന്ന് ഒരടുപ്പത്ത് ഞാൻ കുറച്ച് പാല് തിളപ്പിക്കാനും ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചായക്കുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് കട്ടൻ ചായ ഉണ്ടാക്കി എടുത്തിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്കാണ് ഇതൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ആ സോഫ്റ്റ്നെസ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് ആ വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പി കൂടി ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് ആ ഒരു കളറുള്ള ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് ആ ഒരു കളറ്. അടുപ്പ് തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്തോളൂ കേട്ടോ. കുറച്ച് അച്ചാറും കൂടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഇനിയിപ്പോൾ ഇതൊന്ന് ബോട്ടിലാക്കി വെക്കണം. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ 3 കപ്പ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടൻ ചായ കുടിക്കാനായിട്ട് ചായയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരത്ത് ഇന്നും കൂടി എടുത്തിട്ടുള്ള 2 വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചായക്ക് കഴിക്കാനായിട്ട് ഇതാ ഉണ്ടംപൊരി ഇല്ലേ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഈ ഒരു ഉണ്ടംപൊരി നമ്മൾ എത്ര തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താലും ഈ ഒരു പെർഫെക്ഷൻ കിട്ടൂല അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉണ്ടംപൊരിയാണ്. പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അത് പഴംവട എന്നും പറയും, അത് ഉണ്ടംപൊരി എന്നും പറയും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ജീരകവും ഏലക്കാപ്പൊടിയും ചെറുപഴം 2 എണ്ണം പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ശർക്കര ഉരുക്കി ചെറുതായിട്ടൊന്ന് ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല ചൂടിലല്ല. ഞാനൊരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അരച്ചെടുത്തിട്ട് മാവ് ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടിയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഓയിലിൽ തേങ്ങാക്കൊത്തും എള്ളും കൂടി വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിലല്ല, ഓയിലാണ് ഞാൻ വറുത്തിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. അരി ഒരു 6-7 മണിക്കൂർ രാവിലെ തന്നെ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലാണ് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് തരിയൊന്നും കൂടാണ്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഓരോ തവി മാവ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എണ്ണക്കടി കൊണ്ടുവന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ കൊണ്ടുവന്നപ്പോൾ അതും കൂട്ടി എല്ലാവരും ചായയും കുടിച്ചു. പിന്നെ രാവിലെയാണിത് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പക്കാരൊന്നും ചേർക്കാത്തത് കൊണ്ട് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ആർക്കും വലിയ കോളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇന്ന് രാവിലെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.